Good morning, students. Adutha unit question idana. Evaluate integral 0 to 3, integral 0 to 2, integral 0 to 1, x, y, z, dx, dy, dz. ഇത് ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്റഗ്രൽ 0 to 3, integral 0 to 2, integral 0 to 1, x, y, z, dx, dy, dz. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എക്സ് വൈ സെഡ്. അപ്പൊ ഇവിടെ എക്സ് വൈസിനോട് ചേർന്നെടുക്കുന്ന ആരാണ് ഡി എക്സ്. അപ്പൊ ഡി എക്സിന്റെ ലിമിറ്റ് ആണ് 0 to 1. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുമ്പോൾ എന്താ പ്രത്യേകത? നമ്മൾ ഈ എക്സ് വൈ സെഡിലോട്ട് നോക്കുമ്പോൾ ഈ വൈ ഇസഡും കോൺസ്റ്റന്റ് ആയിട്ട് കാണണം, എക്സിനെ വേരിയബിൾ ആയിട്ട് കാണണം. അതിനുശേഷം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 0 to 3, ഇന്റഗ്രൽ 0 to 3, ഇന്റഗ്രൽ 0 to 2. നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് വൈ സെഡ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സിനെയാണ് ഇന്റഗ്രേറ്റ്, വൈ സെഡ് കോൺസ്റ്റന്റ് ആണ്. വൈ സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2, വൈ സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ദെൻ നമ്മുടെ ലോവർ ലിമിറ്റ് എന്താണ് 0, അപ്പർ ലിമിറ്റ് എന്താണ് 1, dy dz. ഈ 1/2 നമ്മൾ പുറത്തേക്ക് ഇട്ടു. 1/2 ഇന്റഗ്രൽ 0 to 3, ഇന്റഗ്രൽ 0 to 2. ദെൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് കൊടുക്കേണ്ടത് 1 ആണ്. എക്സ് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് y z ഉണ്ട്. y z dy dz. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, 0 ആണ്. അപ്പൊ നമ്മൾ എക്സിന്റെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം ലിമിറ്റ് കൊടുത്തു, നമുക്ക് y z കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 1/2 ഇന്റഗ്രൽ 0 to 3. അടുത്ത സ്റ്റേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കണ്ട വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. കണ്ട വൈയുടെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ y z എന്ന ഫംഗ്ഷനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. y വെച്ച് ഇന്റഗ്രേറ്റ് z ആരാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അടുത്ത സ്റ്റേജില് ദാറ്റ് ഈസ് ഈക്വൽ ടു z ഇൻറ്റു y സ്ക്വയർ ബൈ 2. z ഇൻറ്റു z കോൺസ്റ്റന്റ് ആണ്. z ഇൻറ്റു y സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് എന്താണ് 0, അപ്പർ ലിമിറ്റ് എന്താണ് 2 dz. ഇനി 1/2 കൊടുക്കുമ്പോൾ 1/4 ആവും. ഇന്റഗ്രൽ 0 to 3 z ഇൻറ്റു നമ്മൾ yക്ക് എന്ത് കൊടുക്കണം? 2 കൊടുക്കുമ്പോൾ 4 വരും. അപ്പൊ 4z. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, dz. അപ്പൊ z മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഈ 4 കൊണ്ട് പുറത്ത് വരുമ്പോൾ 4/4 ഇന്റഗ്രൽ 0 to 3 z dz. 4 ക്യാൻസൽ ചെയ്തു. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് എന്താണ് 0, അപ്പർ ലിമിറ്റ് 3. ഇത് നമ്മൾ z വാല്യൂ കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു z കൊടുക്കുമ്പോൾ 9 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. The final answer will be 9/2. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9/2 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ ആദ്യം എക്സ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എക്സ് വൈ സെഡ് എന്ന ഫംഗ്ഷനിനെ ഈ വൈനെയും സെഡിനെയും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെ വൈ സെഡിനെയും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് വൈ സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ആണ് പോയി, പിന്നെ വൈ സെഡ് മാത്രം വന്നു. ഇനി വൈ സെഡിന് അടുത്ത ഡി വൈ ആണ്. അടുത്ത ഡി വൈ ആണ്. വൈ വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വൈ സെഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇസഡ് ഇൻറ്റു 4 വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4 പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇസഡ് ഡി ഇസഡ്, ഇസഡ് മാത്രമായിട്ട് വന്നു. ഇസഡ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇസഡ് സ്ക്വയർ ബൈ 2 കൊണ്ടുവന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ആൻസർ 9/2 കിട്ടുന്നു. അപ്പൊ നമ്മൾ 1/1 ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഇസഡും കോൺസ്റ്റന്റ് ആയിട്ട് കാണുക. വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതർ വേരിയബിൾ കോൺസ്റ്റന്റ് ആയിട്ട് കാണാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഓരോന്നിന്റെ ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ലിമിറ്റും അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരും. ഇവിടെ ആൻസർ കിട്ടിയത് എന്താണ്? 9/2 എന്നൊരു ആൻസർ ആണ് കിട്ടിയത്. ഇത് ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.